ഹേ ലേഡീസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് വളരെ പേഴ്സണൽ, ഇമോഷണൽ പിന്നെ കുറച്ച് സെൻസിറ്റീവും ആയിട്ടുള്ള കാര്യമാണ്. പൊതുവെ മനുഷ്യർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, നമ്മുടെ പവർ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കാറുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ ഇരിക്കേണ്ട പവർ നമ്മൾ മറ്റൊരാൾക്ക് നമ്മൾ പോലും അറിയാതെ കൊടുക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ പവർ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുന്നതെന്നും അതിൽ നിന്നും എങ്ങനെ രക്ഷ നേടി നമ്മുടെ പവർ തിരിച്ചുപിടിച്ച് ഒരു പവർഫുൾ പേഴ്സൺ ആകാം എന്നതുമാണ്. എൻ്റെ ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ മാറ്റങ്ങളിലൂടെ എങ്ങനെ സ്ത്രീകളെ എംപവർ ചെയ്യാം എന്നതാണ്. മെൻ്റൽ ഹെൽത്ത്, കരിയർ ഡെവലപ്മെൻറ്റ്, ഡെയിലി ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആക്കാനുള്ള ടിപ്സ്, ട്രിക്സ് ഇതൊക്കെ ആയിരിക്കും. നിങ്ങൾ ഒരു സ്ത്രീയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ പവർ മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. നമ്മുടെ ചിന്തകൾ, ഇമോഷൻസ്, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പുറത്തു നിന്നൊരാൾ ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ അറിഞ്ഞോ അറിയാതെയോ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മുടെ പവർ മറ്റൊരാൾക്ക് കൊടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പവർ മറ്റൊരാളുടെ കയ്യിലാണെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ വില മറ്റൊരാൾ നിശ്ചയിക്കുക. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്ന് കരുതി സൈലൻ്റായി ഇരിക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവർ കാരണമാണ് എന്ന തോന്നൽ. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെക്കുറിച്ച് പരാതി പറയാനായിരിക്കും പ്രശ്നം സോൾവ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ സമയം കൊടുക്കുന്നത്. നാലാമത്തെ കാര്യം, ക്രിറ്റിസിസം ഒക്കെ നിങ്ങളെ ഡീപ്പായിട്ട് ബാധിക്കുക. അഞ്ചാമത്തെ കാര്യം, മറ്റുള്ളവർക്ക് നിങ്ങളെ വേഗത്തിൽ ദേഷ്യം പിടിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വാക്കുകൾ ഇറിറ്റേഷൻ ആയിട്ട് വരികയും അത് ഒരു അൺകൺട്രോളബിൾ റിയാക്ഷനിലേക്ക് എത്തുകയും പിന്നീട് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ആറാമത്തെ കാര്യം, നോ പറയേണ്ടിടത്ത് പോലും യെസ് പറയേണ്ടി വരുന്ന അവസ്ഥ. ഏഴാമത്തെ കാര്യം, ചിലപ്പോൾ നിങ്ങൾ ചിലരോടുള്ള പക മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം പവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ബേസിക്കലി ഇത് നിങ്ങളുടെ കോൺഫിഡൻസും ചോയ്സുകളും സന്തോഷവും ഒക്കെ മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് പോലെയാണ്. പവർ റീറ്റെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്ത് കരുതുന്നു എന്ന ചിന്തയില്ലാതെ നിങ്ങൾ ആരാണ് എന്നതിൽ കോൺഫിഡൻ്റ് ആവലും സ്വന്തം ചോയ്സുകൾ എടുക്കലുമാണ്. നോർമൽ ഡെയിലി ലൈഫിൽ നിങ്ങൾ പല രീതിയിലായിരിക്കും നിങ്ങളുടെ പവർ കൈമാറുക. അതിന് ചില ഉദാഹരണങ്ങൾ പറയാം. ഒന്നാമത്തേത്, കമ്പയറിങ് യുവർ സെൽഫ് ടു അതേഴ്സ്. സോഷ്യൽ മീഡിയയിലും റിയൽ ലൈഫിലുമൊക്കെ ഉള്ള സക്സസ് കാണുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്നത്. അവിടെ നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ നെഗറ്റീവ് ലെവലിലേക്കാണ് കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ കാര്യം, സീക്കിംഗ് എക്സ്റ്റേണൽ വാലിഡേഷൻ. എൻ്റെ കോൺഫിഡൻസ് മറ്റുള്ളവരുടെ അഭിപ്രായത്തിനെ ഡിപ്പെൻഡ് ചെയ്യൽ. മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നമ്മുടെ ക്യാരക്ടറും ബിഹേവിയറും മാറ്റുന്ന സ്വഭാവം. മൂന്നാമത്തെ കാര്യം, വിക്ടിം മെൻറ്റാലിറ്റി. എൻ്റെ ലൈഫ് മോശമാവുന്നതിന് കാരണം എൻ്റെ ബോസാണ്, അല്ലെങ്കിൽ പാരൻസ് ആണ്, പാർട്ട്ണറാണ്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാവുന്നതിനെയാണ് വിക്ടിം മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. അതായത് സ്വയം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ എൻ്റെ ചുറ്റുപാടാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്ന് ചിന്തിക്കൽ. അഞ്ചാമത്തെ കാര്യം, ഗോസിപ്പിംഗ് ഓർ നെഗറ്റിവിറ്റി. ടോക്സിക് ആയിട്ടുള്ളതും മറ്റുള്ളവരെ മോശമാക്കി പറയുന്നതും ലൈഫിനെ മോശമായി കാണുന്നതും ആയിട്ടുള്ള കോൺവെർസേഷനിൽ ഇൻവോൾവ് ആകുന്നത്. ആറാമത്തെ കാര്യം, മറ്റുള്ളവരുടെ നിന്നും ലിമിറ്റിംഗ് ബിലീഫ്സിനെ ആക്സെപ്റ്റ് ചെയ്യൽ. ആക്സെപ്റ്റിംഗ് ലിമിറ്റിംഗ് ബിലീഫ്സ്. അതായത് നീ ജയിക്കാൻ പോകുന്നില്ല, നിന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന അവസ്ഥ. ഇനി ഈ പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെ പരിഹരിച്ച് നമ്മുടെ പവറിനെ, അതായത് നമ്മുടെ കോൺഫിഡൻസും നമ്മൾ ആരാണെന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതും ഒക്കെ സ്വയം തന്നെ കൺട്രോൾ ചെയ്ത് സ്വയം ഡിസിഷൻ എടുക്കാനുള്ള നമ്മുടെ പവറിനെ എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാം? കുറച്ച് മെത്തേഡ്സിലൂടെ ഇത് 100% പോസിബിളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ കാര്യം, നമ്മുടെ പവർ ആരുടെ കയ്യിലാണ് കൊടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ആർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ സമയവും എനർജിയും ചെലവഴിക്കുന്നതെന്ന് സൂക്ഷ്മമായി പരിശോധിക്കുക. സപ്പോസ് നിങ്ങൾ ഒരാളെക്കുറിച്ച് കൂടുതലായി കംപ്ലയിൻസും കുറ്റങ്ങളും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കൂടുതൽ പവർ കൊടുത്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതായത് നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്ന സമയവും അത് കാരണം നിങ്ങൾക്കുണ്ടാവുന്ന നെഗറ്റീവ് ഫീലിങ്സ്, അതിനുവേണ്ടി ചിലവഴിക്കുന്ന എനർജി, ഇതൊക്കെ നിങ്ങൾക്കുണ്ടാവുന്ന നഷ്ടങ്ങളാണ്. നിങ്ങളുടെ പവർ മെല്ലെ മെല്ലെ നിങ്ങൾ അവർക്ക് കൊടുക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. അവരാണ് അവിടെ വിജയിക്കുന്നത്, മറിച്ച് നിങ്ങളല്ല. നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, ചിന്തിക്കുന്ന രീതി മാറ്റുക. ഒരു കാര്യത്തെ തന്നെ നമുക്ക് പല രീതിയിൽ ചിന്തിക്കാം. ഉദാഹരണത്തിന്,
എൻ്റെ മദർ ഇൻ ലോയ്ക്ക് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അത് ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ഒന്നായിരിക്കില്ല. ഫാമിലിക്ക് വേണ്ടി അത് ചെയ്യണോ എന്നത് നിങ്ങളുടെ ചോയ്സ് ആണ്. ചോയ്സ് നിങ്ങളുടെ കയ്യിലേക്ക് വന്നതോടെ പവറും നിങ്ങളുടെ കയ്യിലേക്ക് വന്നു. എൻ്റെ ബോസ് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു എന്ന് വിചാരിക്കുന്നതിനേക്കാൾ അവരുടെ സർട്ടൻ ബിഹേവിയറും ക്യാരക്ടറും എനിക്കിഷ്ടമല്ല എന്ന് വിചാരിക്കുന്നതാണ് നല്ലത്. അത് അവരുടെ ക്യാരക്ടറാണ്. നിങ്ങൾ ആംഗ്രി ആവുന്നതിലൂടെയും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലൂടെയും നിങ്ങളുടെ പവർ അവർക്ക് കൊടുക്കുകയാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആവാതിരിക്കുന്നതാണ് നിങ്ങളുടെ വിജയം. ഇനി മൂന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം തിങ്ക് ബിഫോർ റിയാക്ട്. നമ്മൾ പലപ്പോഴും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുമായി ആർഗ്യൂ ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടാറുമുണ്ട്. എപ്പോഴൊക്കെ നമ്മുടെ കൺട്രോൾ നമുക്ക് നഷ്ടപ്പെടുന്നോ അപ്പോഴൊക്കെ നമ്മുടെ പവർ അവർക്ക് കൊടുക്കുകയാണ്. നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടുത്താനും നമ്മളെ വീക്കാക്കാനും പറ്റുമെന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനു പകരം കൺട്രോൾ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് കാണുമ്പോൾ സിറ്റുവേഷനിൽ നിന്നും മാറി നിൽക്കുന്നതാണ് നല്ലത്. കൂടുതൽ ഇമോഷണൽ ആവുമ്പോൾ നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് ഒന്നും ശരിക്കും വർക്ക് ചെയ്യില്ല. ഞാൻ ഇപ്പോൾ സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകാം. ടേക്ക് ഡീപ് ബ്രെത്ത്. അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ആ ഒരു ഇൻസിഡൻറ്റ് തന്നെ മനസ്സിൽ വെക്കാതെ വേറെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അത് നിങ്ങളെ കുറച്ചുകൂടെ കാമാക്കും. നാലാമതായി നിങ്ങൾ ചെയ്യേണ്ടത് അഭിപ്രായങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുക. ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്കോ വിമർശനമോ തരുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ തിരുത്താം. ഇനി അതല്ല, നിങ്ങൾ ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം സ്വീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അതിൽ ഉറച്ചു നിൽക്കുക, കോൺഫിഡൻ്റായി. ഇനി അഞ്ചാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കുള്ള ചോയ്സുകൾ തിരിച്ചറിയുക. നമ്മുടെ ലൈഫിൽ നമുക്ക് ഉറപ്പായും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ശരിക്കു പറഞ്ഞാൽ കുറവാണ്. നമ്മൾ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൂടുതൽ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ചോയ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളെ കുറച്ചുകൂടെ ഫ്രീ ആക്കും. പല കാര്യങ്ങളും ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടി വരില്ല. നിങ്ങൾ ഒന്നും ചെയ്യാതെ മടിപിടിച്ചിരിക്കണം എന്നതല്ല തീർച്ചയായും ഇതിന്റെ അർത്ഥം. നിങ്ങളുടെ അഭിപ്രായവും ചോയ്സുമാണ് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവ ഫിൽട്ടർ ചെയ്ത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പവറിനെ തിരിച്ചെടുക്കുന്നത് നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കും. നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങളെ എത്തിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രഷറൈസ്ഡ് ആയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും. നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കാം. ഡിപ്രഷൻ, ആങ്സൈറ്റി, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇതിനെയൊക്കെ കുറയ്ക്കാം. ആരോടെങ്കിലും ദേഷ്യവും പകയും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന പവർ ആണ് എന്ന് മനസ്സിലാക്കുക. ഫോർഗിവ് ചെയ്ത് പ്രാക്ടിക്കലായി ചിന്തിക്കാം. ആറാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോ പറയേണ്ടയിടത്ത് പൊളൈറ്റായി നോ പറയുക. പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു പ്രശ്നമാണ് നമ്മൾ എപ്പോഴും യെസ് പറയുകയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും പിന്നീട് റിഗ്രറ്റും കംപ്ലൈൻസും വരികയും ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഒരു പൊട്ടിത്തെറിയിലേക്കോ അൺകൺട്രോളബിൾ റിയാക്ഷനിലേക്കോ എത്തുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് തുടക്കത്തിൽ തന്നെ നമുക്ക് പറ്റാത്ത കാര്യങ്ങളോട് നോ പറയുന്നത്. പൊളൈറ്റായി നോ പറയാൻ പഠിക്കുന്നത് നമ്മുടെ പവർ തിരിച്ചു തരാൻ നമ്മളെ ഏറെ സഹായിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ പവർ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും നിങ്ങളുടെ ചോയ്സ്, കോൺഫിഡൻസ്, ഹാപ്പിനെസ് ഇതിനെയൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെയുള്ള കോണ്ടന്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതെന്നെയും ഹെൽപ്പ് ചെയ്യും. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക. One more thing, if you change your mind, you change your life. Thank you.